യുഎയിലുള്ള ഇസ്രായേൽ പൗരന്മാരെ രാജ്യം തിരിച്ചു വിളിച്ചു. സുരക്ഷാ ഭീഷണി കാരണം നിങ്ങൾ അവിടെ താമസിക്കരുത് എന്നുള്ളതും അനാവശ്യ കാര്യത്തിലൊന്നും പുറത്തിറങ്ങരുത്, സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്, കരുതണം എന്നുള്ള ഒരു നിർദ്ദേശം തിരിച്ചു വരാത്തവർക്ക് നൽകി. പരമാവധി ആൾക്കാരൊക്കെ തിരിച്ചു പോന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഗ്ലോബൽ ജിഹാദ് സംഘം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇസ്രായേലി പൗരന്മാരെ, യുഎയിലുള്ള ഇസ്രായേലി പൗരന്മാരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഈ പറയപ്പെട്ട വിഭാഗം. അതുകൊണ്ട് കരുതണം എന്നുള്ളതാണ്. അതിന് മറ്റൊരു രീതി പറയുന്നത്, കഴിഞ്ഞ വർഷം യുഎയിൽ വെച്ച് ഒരു ഇസ്രായേലി റബ്ബിയെ, അവരുടെ ഒരു മതസംഘത്തിൽപ്പെട്ട ഒരു നേതാവിനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളും വലിയ തർക്കങ്ങളും ഇസ്രായേലും യുഎയും തമ്മിൽ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് ഈ ഭീഷണി നിസ്സാരമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. 2020 അബ്രഹാം അക്കോർഡോട് കൂടിയാണ് ഇസ്രായേലി സംഘവും ഇസ്രായേലി കുടുംബവും ഇസ്രായേലി വ്യക്തികളും ഇവിടെ യുഎയിലേക്ക് വരാൻ തുടങ്ങിയത്, വ്യാപകമായ രീതിയിൽ വരാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അതിൽ അവർ ഈ ഔദ്യോഗികപരമായിരിക്കുന്ന ജോലിയിൽ പ്രവേശിച്ച ആൾക്കാരും ഇപ്പം നിലവിൽ യുഎയിലുണ്ട്. ഈ ടൂറിസം മേഖല, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, ഹൈടെക്, ഈ ഡെവലപ്മെൻറ്റ് സെൻറ്റർ പോലെയുള്ള സംവിധാനങ്ങൾ, അതായത് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയും ഏറ്റവും ഈ ശമ്പള വർധനവുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇവരിപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു. 2020 ശേഷമുള്ള അവരുടെ വരവിൻ്റെ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് 1000 പേരെങ്കിലും അവർ യുഎയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് 1000 അല്ല, 3000-ലധികം ഇസ്രായേലി പൗരന്മാർ യുഎയിൽ ഉണ്ട് എന്നുള്ളതും അതിൽ 150 ആളുകൾ കുടുംബമായിട്ട് താമസിക്കുന്നവരാണ് എന്നുള്ളതുമാണ് അതിൻ്റെ കണക്ക് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ യുഎഇയുടെ ജൂഷ് കൗൺസിൽ ദി എമിറേറ്റ് എന്ന് പറയുന്ന JCI എന്ന് പറയുന്ന കണക്കാണ് ആദ്യത്തെ രീതിയിൽ അവർ പറയപ്പെട്ടത്, ഇത്ര പേരുണ്ട് എന്നുള്ളത്. എന്നാൽ ഇത്രയും പേർക്ക് വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇതൊക്കെ ഏകദേശ കണക്കാണ് എന്നും അതിൻ്റെ കൂടെ പറയുന്നു. അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത്, ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം, ആ ആക്രമണത്തെ തീർച്ചയായിട്ടും വ്യത്യസ്ത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാവും. അതായത് പൗരന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ പഠനത്തിന് പോയിരിക്കുന്ന ജൂത പൗരന്മാരായിരിക്കുന്ന ആളുകൾ പോലും, വിദ്യാർത്ഥികൾ പോലും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മാത്രമേ പ്രവേശിക്കാവൂ, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ആകപ്പാടെ ഭയപ്പാടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളിടത്തേക്ക് ഈ സ്ഥിതി എത്തുകയാണ്. എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന റിപ്പോർട്ട് ഇതിൻ്റെ മുൻപ് യമൻ നടത്തിയിരുന്നു. യമൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ബെൻഗൂരിയൻ എയർപോർട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, അവിടേക്ക് വരുന്നതും അവിടേക്ക് പോകുന്നതും ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ലിസ്റ്റിലുള്ള പ്രധാന എയർപോർട്ടുകളിൽ ഒന്നാണ് ഇസ്രായേലിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ടായിരിക്കുന്ന ബെൻഗൂരിയൻ എയർപോർട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളത്. ഈ ബെൻഗൂരിയൻ എയർപോർട്ടിൽ നിന്നാണ് എമിറേറ്റിലേക്ക്, അതായത് യുഎഇയിലേക്ക് വിമാനം പോവുകയും വരികയും ചെയ്യുന്നത്. ഈ എയർപോർട്ടാണ് കാര്യമായിട്ട് അവർ ഉപയോഗിക്കുന്നത് എന്ന് ചുരുക്കം. 2100 കിലോമീറ്ററാണ് ബെൻഗൂരിയൻ എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത്. 3.5 മുതൽ 4.5 മണിക്കൂർ വരെയാണ് അതിൻ്റെ സമയം. വരവും പോക്കും ഒക്കെ ഉണ്ട്. അവർ ഫ്ലൈ എമിറേറ്റ് മുതൽ അവരുടെ യുഎയിലുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ വിമാനങ്ങളും ഇസ്രായേലിലേക്ക് ഈ സർവീസ് നടത്തുന്നതാണ്. ദുബായ് ആണെങ്കിലും അബുദാബി ആണെങ്കിലും ഷാർജ ആണെങ്കിലും ഉമ്മക്കുരി ആണെങ്കിലും പ്രധാന എയർപോർട്ടുകളെല്ലാം ഈ ഇസ്രായേലുമായിട്ട് കണക്റ്റ് ഉണ്ട്. അത് 2020 ഉണ്ടായിരിക്കുന്ന അബ്രഹാം അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നീട് 2024 എത്തിയ സമയത്താണ്, ഈ 2023 ലാസ്റ്റ് എത്തിയ സമയത്താണ് സൗദി അറേബ്യ ഈ അക്കൗണ്ടുമായിട്ട് സഹകരിച്ചത്. ഈ യുഎഇ ആദ്യം തന്നെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ബന്ധങ്ങളുണ്ട്. പിന്നീട് നയതന്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോഴത്തേനും ഈ അക്രമം ഉണ്ടായി, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞ് നിർത്തിവെച്ചതാണ്. അപ്പോൾ പൗരന്മാർ ശേഷിക്കുന്നവർ അവിടെ തന്നെ ഉണ്ട്, അവർ ജോലി ചെയ്യുന്നുണ്ട്. അവരങ്ങനെ നിലനിൽക്കുന്ന കാര്യങ്ങൾ എങ്ങനെയോ ചോർന്നിട്ട് ഈ പറയപ്പെട്ട വിഭാഗത്തിന്, ജിഹാദ് വിഭാഗം പറയുന്നത് ഗ്ലോബൽ ജിഹാദ് സംഘം, 2-3 സംഘത്തിൻ്റെ പേരൊക്കെ അതിൽ പറയുന്നുണ്ട്, ആ സംഘത്തിലേക്ക് ചോർന്ന് കിട്ടിയിരിക്കുന്നു, അവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ജൂത വിഭാഗത്തിന് ലോകാടിസ്ഥാനത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. കാരണം അവിടെ നല്ലൊരു ശതമാനവും ജൂത വിഭാഗം അവിടുത്തെ പൗരന്മാരാണ്, ഇരട്ട പൗരത്വം ഉള്ളവരാണ്.
എന്നാൽ ഇവിടെ യു എയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇരട്ട പൗരത്വമുള്ള ലിസ്റ്റുകളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പൗരത്വം നൽകിയിരിക്കുന്ന ഒരു സംവിധാനത്തോടു കൂടി ജൂത വിഭാഗത്തെ യു എയിൽ താമസിപ്പിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്കുള്ള ഏറ്റവും പേടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം റബ്യ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ആ കാര്യത്തിൽ ജാഗരൂകരാകണം എന്നുള്ളൊരു നിർദ്ദേശം യു എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.